നമസ്കാരം. നിസ്സാര കാര്യം മതി സഹജീവികളുടെ ജീവൻ എടുക്കാൻ. ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും മനുഷ്യജീവന് ഇത്രമാത്രം വിലയുള്ളൂ എന്ന്. തൊടുപുഴയിൽ വ്യവസായി ബിജു ജോസഫിനെ കൊന്ന് മാൻഹോളിൽ തള്ളിയത് അത് പഴയ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം? ഇനി കൊല്ലം ചടയമംഗലത്ത് ബാറിൽ ഒരു കത്തിക്കുത്തുണ്ടായി. അവിടെ മരിച്ചത് സുധീഷ് എന്ന യുവാവാണ്. സുധീഷ് ഒരു സംഘർഷത്തിൽ അയവ് വരുത്താൻ പിടിച്ചു മാറ്റാൻ ചെന്നയാളാണ്. അതാണ് അയാളുടെ ജീവൻ എടുക്കാൻ കാരണം. ഈ വാർത്തകളാണ് ആദ്യം പോലീസ് പെട്രോളിൽ. സ്വാഗതം ഒരിക്കൽ കൂടി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പലരും തർക്കിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ കൊല്ലം ചടയമംഗലത്ത് ഒരു ബാറിൽ അതല്ല ഉണ്ടായത്. അതിനുമപ്പുറം ഒരു കൊലപാതകം സംഭവിച്ചു. മരിച്ചത് CATU തൊഴിലാളിയായിട്ടുള്ള കലയം സ്വദേശി സുധീഷാണ്. സുധീഷിനെ ഈ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള ജിബിൻ കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുന്ന ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? സുധീഷിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട സംഘവുമായി ഉണ്ടായ തർക്കം അത് പിടിച്ചു മാറ്റാൻ ചെന്നതായിരുന്നു സുധീഷ്. പക്ഷേ ഏറ്റവും ഒടുവിൽ സുധീഷ് തന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. തെളിവെടുപ്പിനായി ജിബിനെ സ്ഥലത്തെത്തിച്ചപ്പോൾ വലിയ തോതിൽ പ്രകോപിതരായി അന്നാട്ടുകാർ. ശനിയാഴ്ച രാത്രി 10:45 ചടയമംഗലത്തെ പേൾ റെസിഡൻസി ബാറിന് മുന്നിലാണ് സംഭവം. ചടയമംഗലത്തെ CATU തൊഴിലാളികളായ സുധീഷ്, ഷാനവാസ്, അമ്പാടി അനിൽ എന്നിവർ 2 ബൈക്കുകളിലായി ബാറിൽ മദ്യപിക്കാനെത്തിയതായിരുന്നു. ബൈക്കുകൾ ബാറിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാതെ പുറത്തുവയ്ക്കാൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. ഷാനവാസും അമ്പാടി അനിലും സെക്യൂരിറ്റി ജീവനക്കാരനുമായി കയ്യാങ്കളി ഉണ്ടായതോടെ സുധീഷ് പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു. മർദ്ദനമേറ്റ സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിൻ ബാറിനുള്ളിലേക്ക് ഓടി തിരികെ കത്തിയുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. സുധീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷാനവാസിനും അനിലിനും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ സുധീഷിനെ ഉടൻ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷാനവാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അമ്പാടി അനിലിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവര് വൈകിട്ടായപ്പം ഇടിച്ചു കയറിക്കൊണ്ട് അവിടെ ആക്രമണം നടത്തിയ കുണ്ട്ര വെള്ളിമൺ സ്വദേശി ജിബിനെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതക വിവരം അറിഞ്ഞതോടെ CPM പ്രവർത്തകരും CATU യൂണിയൻ തൊഴിലാളികളും ബാറിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ബാറിന് നേരെ കല്ലേറുണ്ടായി. ഉച്ചയോടെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴും സംഘർഷാവസ്ഥയുണ്ടായി. നാട്ടുകാരിൽ ചിലർ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്തെങ്കിലും പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ഷാനവാസിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സുധീഷിനെ കൊല്ലുമെന്ന് പറഞ്ഞ് നെഞ്ചിൽ കുത്തിയതെന്ന് FIR-ൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. തൊടുപുഴയിൽ വ്യവസായിയായിട്ടുള്ള ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് മാൻഹോളിൽ തള്ളിയത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച വാർത്തയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. തലയോട്ടിക്കേറ്റ ക്ഷതമാണ് മരണത്തിനുള്ള കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാത്രമല്ല, ബിജുവിന്റെ വലതു കൈത്തണ്ടയിലുള്ള മുറിവ്, അതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള നിലപാടും പോലീസിനുണ്ട്. കൊല്ലപ്പെട്ട ബിജുവും
ജോമോനും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ഈ മുഴുവൻ ക്രൂരകൃത്യത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത്. ഇവർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ വ്യവസ്ഥയുണ്ടാക്കിയതാണ്. പക്ഷേ ആ കരാർ കൃത്യമായി പാലിക്കപ്പെടാതെ വന്നപ്പോൾ കൊട്ടേഷൻ നൽകുകയായിരുന്നു എന്ന് പോലീസ് പറയും. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ബിജുവും കൊട്ടേഷൻ നൽകിയ ജോമോനും ബിസിനസ് പങ്കാളികളായിരുന്നു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമായത്. തർക്കത്തെ തുടർന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇരുവരും തമ്മിൽ പണം കൈമാറ്റം സംബന്ധിച്ച് കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയെന്നാണ് ജോമോൻ നൽകിയ മൊഴി. മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നീ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ആദ്യം പെട്രോൾ പമ്പിലും പിന്നീട് ബിജുവിന്റെ വീടിന് സമീപത്തും കൊന്ന് കുഴിച്ചു മൂടിയ ഗോഡൌണിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. തട്ടിക്കൊണ്ടുപോയ ഇടത്തു നിന്ന് ബിജുവിന്റെ ചെരുപ്പും പെപ്പർ സ്പ്രേയും ഗോഡൌണിൽ നിന്ന് മൃതദേഹം മറവ് ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തു. മുഖ്യപ്രതി ജോമോനും മറ്റൊരു പ്രതി ആഷിഖ് എറണാകുളത്ത് കാപ്പ കേസിലും റിമാൻഡിലാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ക്രൂരമർദ്ദനത്തിന് ഇരയായ ശേഷമാണ് ബിജു കൊല്ലപ്പെടുന്നത്. മുഖത്തും തലയിലും മർദ്ദനമേറ്റ പാടുകളുണ്ട്. കൈകൾ ബന്ധിച്ചിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം ചെത്തിമറ്റത്തെ ഗോഡൌണിന് സമീപം 5 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ ഇറങ്ങി 3 അടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ മൃതദേഹം തള്ളിക്കയറ്റുകയായിരുന്നു. മാൻഹോൾ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ബിജു ജോസഫിന്റെ മരണം തലച്ചോറിലേറ്റ ക്ഷതം മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും ഇതും മരണത്തിലേക്ക് നയിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വലത് കൈയിലെ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പോലീസ്. ബിജുവിനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് ജോമോൻ കൊട്ടേഷൻ നൽകിയതെന്നും ഇടുക്കി SP പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാണ് പ്രാഥമിക നിഗമനമായിട്ട് മനസ്സിലാവുന്നത് ബ്രെയിനേറ്റ് ഡാമേജ് ആണ് മരണകാരണമെന്നാണ്. കൂടാതെ നെക്കിലും റിപ്സിലും ഫ്രാക്ചറിലായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശരീരത്തിലും മറ്റ് കൈകളിലൊക്കെ പരിക്കുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷം ആ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ വേണ്ട നടപടി സ്വീകരിച്ചു. വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളിലെയും വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ പോലീസ് നടത്തിവരുന്നു. ഈ മരണകാരണം എത്തരത്തിലാണെന്നുള്ളതാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒരു അത് മനസ്സിലാവുന്നത് തലക്ക് ഏറ്റ ക്ഷതമാണ്, ബ്രെയിനിനുള്ള ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഹെമറേജ് ഉണ്ടായിട്ടാണ് മനസ്സിലാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ടൊരു റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബിജുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ബിജുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് 3 ദിവസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ കൊലപാതകം നടത്തിയത്. 19 രാത്രി ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പാളിയതോടെ പിറ്റേന്നാണ് കൃത്യം നടപ്പിലാക്കിയത്. കൊല്ലപ്പെട്ട ബിജുവിനും കുടുംബത്തിനും നേരെ മുൻപും ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. ജോമോൻ ബിജുവിന്റെ ഭാര്യയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കൊലപാതകത്തിൽ ജോമോന്റെ ഡ്രൈവർക്ക് പങ്കുണ്ടെന്നും ആരോപണമുണ്ട്. കൊട്ടേഷൻ സംഘത്തെ ജോമോന് പരിചയപ്പെടുത്തിയത് ജോമിനാണ്. കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ജോമിൻ. കാപ്പ കേസിൽ പിടിയിലായ ആഷിഖ് നൽകിയ മൊഴിയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ജോമോനാണെന്ന് പറഞ്ഞപ്പോൾ അത് എന്തിനു നൽകിയെന്ന അന്വേഷണവും വഴിത്തിരിവായി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാനും ബിജുവിന്റെ ഇരുചക്ര വാഹനവും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ന്യൂസ് 18 തൊടുപുഴ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് ഇന്ന് ഒരു നിർണായക നീക്കം നടത്തി. പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ മോനെ എന്നായിരുന്നു വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വികാരഭരിതനായി ആ പിതാവ് മകനോട് ചോദിച്ചത്. അപ്പോൾ അഫാന്റെ മറുപടി ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യ എന്നുള്ളതായിരുന്നു. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ അരും കൊലകൾക്ക് പിന്നിൽ എന്ന് വ്യക്തമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അന്വേഷണ സംഘം. ഒരു കാര്യം കൂടി വരുന്നത്, ഈ ആത്മഹത്യാ പ്രവണതയുണ്ട് അഹാന് എന്നുള്ളത് നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പ്രകടമാക്കുന്നില്ല എന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിവരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ ആദ്യമായാണ്
പ്രതി അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് സ്ഥിരീകരണം. ചോദ്യം ചെയ്യലിൽ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നായിരുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനോട് ചോദിച്ചത്. ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യെന്ന് അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകം നടന്ന ദിവസം 50,000 രൂപ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നും അഫാൻ. തന്റെയോ ഉമ്മ ഷെമിയുടെയോ കൈവശം പണമുണ്ടായിരുന്നില്ല. ഇതിന് തലേ ദിവസവും കാമുകി ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. 100 രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് ഉമ്മയുമായി ബന്ധുവീട്ടിൽ പണം കടം ചോദിക്കാൻ പോയി. ബാക്കി 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. വീട്ടിൽ കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകം ചെയ്തതെന്നും മൊഴി. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊഴിയുന്നതാണ് നല്ലത് എന്ന് എല്ലാവരും പറയും. ഇനി അതൊഴിഞ്ഞാൽ പോലും ചിലരുണ്ട് കൊടും പക മനസ്സിൽ സൂക്ഷിച്ച് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ആരുടെയും ആകട്ടെ അവരുടെ ജീവനെടുക്കാൻ പിന്നാലെ ആ പക കൊണ്ടെത്തുന്നവർ. അത്തരമൊരു സംഭവം ഉണ്ടായി ഇന്ന് കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതാണ് യുവതി. ആ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായി. ആക്രമണം നടത്തിയത് മറ്റാരുമല്ല, മുൻ ഭർത്താവാണ്. പ്രഭിഷ എന്ന യുവതിക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടത്. മുഖത്തും നെഞ്ചിലും പുറത്തുമൊക്കെ ആസിഡ് വീണ് പൊള്ളലേറ്റു. പ്രഭിഷയുടെ മുൻ ഭർത്താവായിട്ടുള്ള പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമിത മദ്യപാനവും ലഹരി ഉപയോഗവും പതിവായതോടെയാണ് പ്രഭിഷയും പ്രശാന്തും തമ്മിലുള്ള വിവാഹബന്ധം 2 വർഷം മുമ്പ് വേർപെടുത്തിയത്. ബന്ധം ഉപേക്ഷിച്ചെങ്കിലും ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ തുടരുകയായിരുന്നു. പുറം വേദനയെ തുടർന്ന് കഴിഞ്ഞ 18 മുതൽ പ്രഭിഷ ചികിത്സയിലായിരുന്നു. രാവിലെ 9:30 ആശുപത്രിയിലെത്തിയ പ്രതി പ്രഭിഷയുമായി സംസാരിക്കുന്നതിനിടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു. മുഖത്തും നെഞ്ചത്തും പൊള്ളലേറ്റ് തിരിഞ്ഞോടിയ പ്രഭിഷയുടെ പുറത്തേക്കും ആസിഡ് ഒഴിച്ചു. ആക്രമണത്തിൽ പ്രഭിഷയുടെ കണ്ണിനും പുറത്തും സാരമായി പരിക്കേറ്റു. ഓടിക്കൂടിയ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് യുവതിയെ പേരാമ്പ്ര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. സ്ഥിതി ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രഭിഷ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മകളെ കൊല്ലുമെന്ന് പ്രശാന്ത് പലതവണ ഭീഷണിപ്പെടുത്തിയതായി പ്രഭിഷയുടെ അമ്മ പറഞ്ഞു. നേരത്തെ കുട്ടിക്കെതിരെയും ഇയാൾ വധശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പ്രതി പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്തയാണ് ഇടുക്കി പീരുമേട്ടിൽ. അവിടെ മ്ലാമല എന്ന സ്ഥലത്ത് ഒരു യുവതി 12 വയസ്സുകാരന് മദ്യം നൽകിയതിന്റെ പേരിൽ അറസ്റ്റിലായി. കട്ടൻ ചായയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിർബന്ധിച്ച് കുടിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. മ്ലാമല സ്വദേശി പ്രിയങ്കയാണ് പോലീസിന്റെ പിടിയിലായത്. വയസ്സുള്ള ആൺകുട്ടിക്ക് മദ്യം നൽകിയ കേസിലാണ് വണ്ടിപ്പെരിയാർ മ്ലാമല സ്വദേശിയായ 26-കാരി പ്രിയങ്ക പീരുമേട് പോലീസിന്റെ പിടിയിലായത്. കട്ടൻ ചായ ആണെന്ന് വിശ്വസിപ്പിച്ച് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നാണ് പരാതി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കയുടെ വീട്ടിൽ വെച്ചാണ് കുട്ടിക്ക് മദ്യം നൽകിയത്. മയങ്ങി വീണ കുട്ടി ഏറെ നേരം കഴിഞ്ഞ് അവശനായി വീട്ടിലെത്തിയതോടെ മാതാപിതാക്കൾ വിവരം അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്.
കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രിയങ്കയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ചിലരുടെ കയ്യിൽ വലിയ തോതിൽ പണമെത്തിയാൽ ദൂർത്തടിച്ചും കൃത്യമായിട്ടുള്ള ആസൂത്രമില്ലാതെയും അത് പൊടിച്ചു കളയും. പിന്നീട് ആ പണം തിരികെ ചോദിക്കുമ്പോൾ തിരികെ നൽകാൻ കയ്യിൽ ഉണ്ടാകില്ലാതാനും. ഇത്തരമൊരു സംഭവമാണത്രേ കോഴിക്കോട് നടന്ന ആ കാറിനുള്ളിലെ കവർച്ചയ്ക്ക് പിന്നിൽ. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാറിനുള്ളിൽ നിന്നും ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 40 ലക്ഷം രൂപ കവർന്നു എന്നുള്ള പരാതിയുമായി റഹീസ് എന്ന യുവാവ് പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ആ പരാതി വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം എന്താണ്? ഭാര്യാപിതാവ് ഏൽപ്പിച്ചതാണ് റഹീസിനെ ആ തുക. പക്ഷേ ആ തുക ചെലവഴിക്കപ്പെട്ട റഹീസിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു ആ കാറിലെ കവർച്ച. റഹീസിന് കൂട്ടാളികളായി 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഈ 3 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പൂവാട്ടുപറമ്പിലെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല് തകർത്ത് വാഹനത്തിനുള്ളിൽ ചാക്കിൽ സൂക്ഷിച്ച 40,25,000 രൂപ കവർന്നെന്നായിരുന്നു ആനക്കുഴിക്കര സ്വദേശിയായ PM റഹീസിന്റെ പരാതി. ഭർത്തൃപിതാവ് സൂക്ഷിക്കാനേൽപ്പിച്ച പണമായിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചയാൾക്ക് നൽകാനായി എത്തിയപ്പോഴാണ് കവർച്ച നടന്നതെന്നും റഹീസ് മൊഴി നൽകി. സ്കൂട്ടറിലെത്തിയ 2 പേർ 2 പൊതികളുമായി കാറിനടുത്ത് നിന്നും പോകുന്ന CCTV ദൃശ്യം ആശുപത്രിയിൽ നിന്നും ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ പണച്ചാക്കില്ലാത്തതിനാൽ തന്നെ പരാതിയിൽ പോലീസിന് സംശയം തോന്നി. വിശദമായ അന്വേഷണത്തിലാണ് നടന്നത് കവർച്ചാ നാടകമെന്ന് പോലീസിന് വ്യക്തമായത്. കാറിൽ അത്തരത്തിൽ പണമേ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. ഭർത്തൃപിതാവ് പലതവണയായി വാങ്ങിയ 40 ലക്ഷം രൂപ റഹീസ് ചിലവഴിച്ചു. പണം തിരിച്ചു നൽകാൻ കഴിയാതെ വന്നതോടെയാണ് കവർച്ചാ നാടകം ആസൂത്രണം ചെയ്തത്. 90,000 രൂപ പ്രതിഫലം നൽകിയാണ് സുഹൃത്തുക്കളായ സാജിദ്, ജംഷീർ എന്നിവരെ കൂടെ കൂട്ടിയത്. അന്വേഷണം തനിക്കെതിരെ തിരിയുന്നതായി മനസ്സിലാക്കിയതോടെ റഹീസ് പരാതി പിൻവലിച്ചെങ്കിലും വഞ്ചനാക്കുറ്റം രജിസ്റ്റർ ചെയ്ത് കേസുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. റഹീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാജയം കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസാക്കിയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുറന്ന് അന്വേഷിക്കും. സാധാരണഗതിയിൽ ഇവരെ ധാരണ ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കും എന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ 5-6 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കാം എന്നൊരു ധാരണ ആവശ്യമായിട്ടാണ് ഇത്തരം പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ്. ഇത്തരം മോഷണമുണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ്. കാരണം അവർ കിട്ടിയിരിക്കുന്നത് ഒരു 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തിരിക്കുന്നതാണ്. ഒരു ചെറിയ തുകയ്ക്ക് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്നത് അവർ ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി, ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ലാന്ന് തോന്നിക്കണമെങ്കിൽ ഇത് കർശനമായ നടപടി വേണം. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായിട്ട് ഇതിന് തുടർന്ന് അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും. പണത്തിന്റെ ഉറവിടമടക്കം പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ മാനേജറാണ് റഹീസിന്റെ ഭാര്യ പിതാവ്. പണം നഷ്ടപ്പെട്ടെന്ന് കാട്ടി ഈ സ്ഥാപനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ഉടമയായ റഹീസ് വാഹന കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കോട്ടയത്ത് തിരുവാർപ്പിലുള്ള സെന്റ് മേരീസ് ചാപ്പലിൽ മോഷണം നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ പിലാസ, ഒപ്പം നിലവിളക്ക്, ഇതൊക്കെ മോഷണം പോയി എന്നുള്ളതാണ് പരാതി. അൾത്താരയിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനാലകൾ, വാതിലുകളൊക്കെ നശിപ്പിച്ച നിലയിലാണ്. എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.
പ്രാർത്ഥിക്കാനായി രാവിലെ 6-ന് ട്രസ്റ്റി ചാപ്പലിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. തുടർന്ന് കുമരകം പോലീസിനെ വിവരം അറിയിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി. വിരലടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 50,000 രൂപയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പ്രധാനമായും മോഷണം പോയത്. ജനലും കതകും ഉൾപ്പെടെ മോഷ്ടാവ് തകർത്തിട്ടുണ്ട്. ഒന്നിലധികം മോഷ്ടാക്കൾ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. മലപ്പുറം പൊന്നാനി മാറഞ്ചേരി മുക്കാലയിൽ ഒരു ക്ലബിന് നേരെ പെട്രോൾ ഒഴിച്ച് തീയിട്ടു ഒരു സംഘം യുവാക്കൾ. ഒരു യുവാവിന് പൊള്ളലേൽക്കുകയും ചെയ്തു. അത് മറ്റാരുമല്ല, തീയിടാനെത്തിയ സംഘത്തിലെ പനമ്പാറ സ്വദേശി അബിക്കാണ് പൊള്ളലേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം മാറഞ്ചേരി പനമ്പാട് കണ്ണാത്തയിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ലബിലെ അംഗങ്ങളും അഭിയടക്കമുള്ള യുവാക്കളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പിന്നീട് പ്രശ്നം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ അഭിയെയും അച്ഛനെയും ക്ലബ്ബ് പരിസരത്തേക്ക് വിളിച്ചു വരുത്തി. സംസാരത്തിനിടെ പ്രകോപിതരായ സംഘം അച്ഛന്റെ മുൻപിലിട്ട് അഭിയെ തല്ലി. ഇതിന്റെ വൈരാഗ്യത്തിൽ അഭിയുടെ നേതൃത്വത്തിലുള്ള സംഘം എതിർചേരിയിലെ അംഗങ്ങളുടെ ക്ലബിന് പെട്രോൾ ഒഴിച്ച തീവയ്ക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അഭിക്ക് പൊള്ളലേറ്റത്. മുഖത്തും ശരീരത്തിലും സാരമായി പൊള്ളലേറ്റ അഭിയെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ലബിന് തീയിട്ടത് 4 പേരടങ്ങുന്ന സംഘമാണെന്നാണ് വിവരം. സംഭവത്തിൽ ഉൾപ്പെട്ട പനമ്പാട് സ്വദേശിയായ ആദർശ് എന്നയാളെ പെരുമ്പടപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. ഉത്സവങ്ങൾക്കിടയിലുണ്ടാകുന്ന സംഘർഷം അത് വലിയ തോതിൽ വളരുന്നത് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരു യുവാവിന് വെടിയേറ്റ വാർത്ത എല്ലാവരെയും ഞെട്ടിപ്പിച്ചതാണ്. ആ സംഭവത്തിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ള 4 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ കഴിഞ്ഞ ദിവസം കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശിയായ വെള്ളേങ്ങര ലുക്മാന് വെടിയേറ്റിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ, ആനക്കോട്ടിൽ വീട്ടിൽ വിജു, തോട്ടങ്ങൽ അരുൺ പ്രസാദ്, ചുള്ളിക്കുളവൻ ഷംനാൻ, ചെമ്പ്രശ്ശേരി മാനീരിപ്പറമ്പൻ ബൈജു, കോടശ്ശേരി സ്വദേശി കാരക്കാടൻ സനു, ആനക്കോട്ടിൽ സുമിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎസ്പി പ്രേംജിത്ത്, പാണ്ടിക്കാട് CI സി പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രധാന പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം.